നല്ല പകൽക്കാലത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ മാതാവിനെ ദൈവത്തിന്റെ കരത്തിൽ ഞങ്ങൾ എത്തിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ശക്തീകരിക്കണമേ. ശാരീരികമായി മാനസികമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വേദനകളെയും അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുവരണം. തലമുറകളെ കുറിച്ചുള്ള ഭാരങ്ങളും നിരാശകളും വേദനകളും എല്ലാം സർവശക്തനായ ദൈവം ഇവിടെ മാറ്റിക്കൊടുക്കേണ്ടതിനായി അങ്ങയോട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, സ്വർഗം അവിടെ നിന്ന് വൻ കാര്യങ്ങൾ ചെയ്തെടുക്കണമേ. ശരീരത്തിന്റെ വേദനകളെ അവിടെ നിന്ന് മാറ്റിക്കൊടുക്കണമേ. ഭാരങ്ങളെ അവിടെ നിന്ന് മാറ്റിക്കൊടുക്കണമേ. ദൈവപ്രവൃത്തി പ്രിയമാതാവിന്റെ ജീവിതത്തിൽ ഇവിടെ നിന്ന് വെളിപ്പെടുത്തുമാറാകണമേ. അത്ഭുത സൗഖ്യത്തെ കർത്താവ് കൊടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയപ്പെടുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇനിയും കൃപ ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി അനുഗ്രഹിച്ചവിടുന്ന് മാനിക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. സൗഖ്യത്തെ കർത്താവ് പകർന്നു കൊടുത്തതിനായി സ്തോത്രം. വിടുതലയച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധ പിതാവേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, ഞങ്ങൾ പ്രിയ മാതാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം അവിടെ നിന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ. പൂർണ്ണമായി അവിടുത്തെ സൗഖ്യം തന്റെ ജീവിതത്തിൽ കർത്താവ് കൊടുക്കണമേ. കർത്താവെ, ഭവനത്തെ കുറിച്ച് അമേഖലയെ കുടുംബത്തെ കുറിച്ചൊക്കെ ഭാരം അനുഭവിക്കുന്ന എല്ലാ നിരാശകളും വേദനകളും മാതാവിന്റെ ജീവിതത്തെ വിട്ട് മാറിപ്പോകട്ടെ. അത്ഭുതകരമായ അവിടുത്തെ സൗഖ്യം കർത്താവ് കൊടുക്കണമേ. അസ്ഥികളുടെ വേദന, ശരീരത്തിന്റെ വേദന പലപ്പോഴും അപാസത്തെ വെട്ടി നുറുക്കുന്നത് പോലെ അവയെ അറവുശാലയിൽ കർത്താവെ അവ ഇറച്ചി കഷ്ണങ്ങൾ നോക്കുന്നത് പോലെ തന്റെ ശരീരത്തിൽ അവ പല ഭാഗങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വേദനകളെ കർത്താവെ അത്ഭുതകരമായി അവിടെ നിന്ന് വിടുതൽ കൊടുത്തു അനുഗ്രഹിക്കണമെന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ഹൃദയഭാരങ്ങളെ സൗഖ്യമാക്കണമേ. വേദനകളെ പൂർണ്ണമായി മാറ്റിക്കൊടുക്കണമേ. ദൈവപ്രവൃത്തി തന്റെ ജീവിതത്തിൽ അവിടെ നിന്ന് വെളിപ്പെടുത്തണമേ. അത്ഭുതത്തെ കർത്താവ് ചെയ്യണമേ. യേശു ക്രിസ്തുവിനെ സുന്ദരക്ഷിതമായി രുചിച്ചറിഞ്ഞ ജീവിതത്തിൽ മുന്നോട്ട് പോകുക. സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊടുത്ത് അവിടെ അനുഗ്രഹിക്കേണ്ടതിനായി അവിടത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് വിടുവിക്കുന്ന ദൈവമാണ്. അങ്ങ് സൗഖ്യദായകനാണ്. അങ്ങ് അവയെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ആ വിളിപ്പുറത്ത് ഇറങ്ങി വരുന്ന ദൈവമാണെന്ന് ഇന്ന് പകലിൽ ഞങ്ങൾ കേൾക്കുവാൻ തവണയായി തീർന്നു. യേശുവേ, എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പറയുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണം. വിടുതലായി സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി എന്ന് വെളിപ്പെടുത്തും. അത്ഭുത സൗഖ്യത്തെ കർത്താവ് കൊടുക്കും. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവേ, ഞങ്ങൾ പ്രിയ മാതാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലപ്പോഴും ഭവനത്തിന്റെ ഉള്ളറയ്ക്കകത്തിരുന്ന കണ്ണുനീരോടെ ചില വിഷയങ്ങൾ കർത്താവെ ഓർത്തോർത്ത് അവൻ കരയുന്ന ഒരവസ്ഥ പ്രിയ മാതാവിന്റെ ജീവിതത്തിനകത്തുണ്ട്. ദൈവമേ, ഹല്ലേലൂയ. ദൂരെ നിന്നുകൊണ്ട് കർത്താവിനെ പകൽ ചോദിക്കുന്നതാണ്. ഇവിടെ നിന്നുകൊണ്ട് യേശു കർത്താവിനോട് ചോദിക്കുന്നു, എന്തിനെ ചൊല്ലി നീ ഭാരപ്പെടുന്നു? എന്തിനെ ചൊല്ലി നീ കരയുന്നു? നിന്റെ കണ്ണിൽ നിന്ന് തുടയ്ക്കുക. നിന്റെ ഭവനത്തിലോ നിന്റെ വീട്ടിന്റെ അടുത്തോ നിന്റെ കുടുംബത്തിലോ ആര് വരുമ്പോൾ നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് മറുപടി പറയുന്ന കർത്താവ് നിന്റെ ഹൃദയം ഹല്ലേലൂയ കലങ്ങണ്ട. നിന്റെ ഹൃദയത്തിനകത്ത് ഭാരം അനുഭവിക്കുന്ന നിൻ ഭാരപ്പെടുന്ന സകല വിഷയത്തിന്റെ പേരിലും യേശു കർത്താവ് പരിഹാരം വരുത്തുമെന്ന് റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞത് പോലെ നിന്റെ ജീവിതത്തിൽ ഭാരപ്പെട്ട് ചില വിഷയങ്ങളുടെ മണ്ഡലത്തിൽ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ പേര് ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇവയായി തീരണം. ഹല്ലേലൂയ. എന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം ലഭിക്കുമോ? എന്റെ ജീവിതത്തിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടാകുമോ? എന്റെ ജീവിതത്തിൽ എന്നൊരു നന്മ അനുഭവിക്കുവാൻ കഴിയുമെന്ന് ഹൃദയത്തിനകത്ത് ഭാരപ്പെട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസരം നല്ല അത്ഭുതകരമായി യേശു കർത്താവിന്റെ വിടുതലയക്കുവാൻ പോകുകയാണ്. യേശു കർത്താവിന്റെ വിടുവിക്കുവാൻ പോകുകയാണ്. നിന്റെ നീറുന്ന പ്രശ്നങ്ങളെ മാറ്റുക, നിന്റെ ശാപത്തിന്റെ കെട്ടുകളെ അടിച്ചു മാറ്റുക, അനുഭവിക്കുന്ന ഭാരങ്ങളെ നിരാശകളെ വേദനകളെ മാറ്റുക. ഇന്ന് പകരം യേശു കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളെ സമർപ്പിക്കും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് പറഞ്ഞ ദൈവം ഇന്ന് പകൽ നിന്റെ വേദനകൾക്ക് മറുപടി നൽകുക, നിന്റെ ജീവിതത്തിനകത്ത് ആശ്വാസം നൽകുക. യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ